രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ രാമ. കുട്ടികളെ നാമം ചൊല്ലി കഴിഞ്ഞില്ലേ? വിളക്കെടുത്ത് അകത്തി വെക്ക്. മറ്റന്നാള് കർക്കിടവാവാണ്. നാളെ ഒരിക്കലെടുക്കണം. നിങ്ങളുടെ വല്യച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായിന്ന്? എനിക്കതൊന്നും ഓർമ്മയില്ല. ഈ മൂവന്തി നേരത്ത് ഇങ്ങനെ ഉമ്മറത്ത് വന്നിരിക്കരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് മക്കളെ പറഞ്ഞിട്ടുണ്ട്. എന്നുണ്ട് സന്ധ്യ ആവുമ്പോ ഉമ്മറത്തൊരു സഭ കൂടല്. ഇങ്ങിരിക്കറ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നാട്ടുവർത്താനം പറയുന്നത് അമ്മയ്ക്ക് അങ്ങ് പിടിക്കണില്ല അല്ലേ? അല്ല മക്കളെ, ഈ കുത്തിച്ചൂടാൻ കിടന്ന് ഇങ്ങനെ കരയണത് നിങ്ങൾ കേൾക്കണില്ലേ? ഇന്ന് ആരെയാണാവോ നോട്ടം വെച്ചെടുക്കുന്നത്? അതിന്റെ കണ്ണിൽ ചെന്ന് പെടണ്ടെന്ന് വെച്ചിട്ടാ ഈ സന്ധ്യ നേരത്തെ ഇവിടെ ഇരിക്കണ്ടെന്ന് നിങ്ങളോട് പറയുന്നേ. അതിലൊന്നും വലിയ കാര്യമില്ല അമ്മ. ഈ പ്രാന്ത് എന്ന് പറഞ്ഞാലേ പൊട്ടിമുളിയൊന്നുമല്ല, ഇതൊക്കെ തന്നെയാ. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തില് ഞാൻ ഇന്നേ വരെ ഈ സാധനം കണ്ടിട്ടില്ല. പിന്നെ ഞാനെന്തിനാ പേടിക്കണ്? അതൊരു സാധു പക്ഷിയാച്ചാ. അതിന്റെ സൗണ്ട് അങ്ങനെയല്ലേ? അതിന് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? അതൊരു പക്ഷിയാ കുഞ്ചു. അത് കൂവിയ ആളുകൾ മരിക്കു വച്ചാ. അങ്ങനെ സംഭവിക്കുന്നതാണ് നിന്റെ അമ്മൂമ്മ പറയണത്. ഇത് ഞാൻ പറയണതല്ല, ഇതെന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചുള്ളതാ. ഇത് എവിടെയൊക്കെ കൂവിയിട്ടുണ്ടോ അവിടെയൊക്കെ മരണം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, നീ ഇങ്ങനെ തള്ളല്ല ദാക്ഷായണി. ഞാൻ ദേ ഇവിടുന്ന് മറിഞ്ഞു വിടും. കോപ്പിലെ വർത്തമാനം പറയാൻ നിൽക്കണതാ. അത്ര വലിയ കളിയാക്കൊന്നും വേണ്ട. ഇതൊക്കെ എന്റെ അനുഭവം കൊണ്ട് തന്നെയാ പറയണത്. ഇതൊക്കെ വെറുതെ പറയണതാണ് എന്റെ അമ്മ. ഇതൊരു തരം അന്ധവിശ്വാസ. എന്തന്ധവിശ്വാസം? നിനക്കറിയില്ല. അന്ന് ഇപ്പം കുട്ടിയായിരുന്നു. അവന്റെ വല്യച്ഛനെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. നേരം വെളുക്കുമ്പോ മരവിച്ച് കിടക്ക. അതും കർക്കിടവാവിന്റെ അന്ന് കമ്പിളി പൊതിച്ച് ഞാൻ കിടക്ക. രാത്രിയില് കോരിച്ചൊരിയണ മഴ, സൂചി കുത്തണ പോലുള്ള തണുപ്പ്. നിന്റെ വല്യച്ഛനാണെങ്കിലേ ഒരു മുണ്ട് പോലും മേലിടില്ല. എണ്ണയും കുഴമ്പൊക്കെ തേച്ച് നല്ല പുഷ്ടിപ്പെട്ട് നിക്കണ സമയായിരുന്നു. നിന്റെ ഈ അച്ഛനെ പോലെ ഒന്നല്ല. കോലാടും കോലുമലാടും കോന്തുണി നേരെ പോലെ ഒന്നല്ല. ഓളെ ഉരുക്ക് പണ്ട പേടിയാവും. ആ മനുഷ്യനാ നേരം വെളുക്കുമ്പോ വെട്ടിയിട്ട വാഴ പോലെ മരിച്ചെടുക്കണത് കണ്ടത്. അന്ന് കുത്തിച്ചൂടാൻ കൂവി അമ്മേ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് കുത്തിച്ചൂടാനിരുന്ന് കൂവിയപ്പോ അത് നമ്മുടെ വീട്ടിലേക്കുള്ളതെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പോ ഇതൊക്കെ ശരി തന്നെയല്ലേ അമ്മ? എന്തത്ര സംശയം? നീ നോക്കിക്ക മോനെ, കാലം കോഴി കൂവി കേട്ടില്ലേ? നാളെ ഒരു മരണം ഉറപ്പാ. നമ്മുടെ വീട്ടിൽ അമ്മേ. ഇതെല്ലാവരും എന്റെ മുഖത്ത് നോക്കണു. ഞാനങ്ങനൊന്നും പെട്ടെന്നൊന്നും പോകുന്നില്ല. ഇവിടെ ഇപ്പൊ സാധ്യത ലിസ്റ്റിൽ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അത്ര വലിയ പ്രായം ആയിട്ടില്ലല്ലോ. എന്റെ മക്കൾക്ക് ഒരു ആപത്തിൽ രണ്ടിരുന്നാ മതി. ഞാൻ പൊക്കോട്ടെ അല്ലേ? കൊള്ളാലോ. പോവാന്നാണ് പറയണത്. എന്ന് പറഞ്ഞാ എന്റെ കൂടെ പോരുന്നോന്നാണ് ചോദിക്കണത്. ആ സമയത്തെങ്ങാനും എന്നാ പോവാ എന്ന് നമ്മുടെ മനസ്സിലൊന്ന് വിചാരിച്ച എന്നാ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമായി. എന്നാ അതൊന്ന് പരീക്ഷിക്കണല്ലോ. ഇനി കുത്തിച്ചൂടാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ മനസ്സിലൊന്ന് കരുതും. നിങ്ങൾ നോക്കിക്കോ. അച്ഛാ, വെറുതെ വേണ്ടാത്തൊന്നും പോവല്ലേ. മനസ്സിലങ്ങനൊന്നും കരുതണ്ടാട്ടോ. ഞാൻ എന്താണ് വിചാരിച്ചു മോനെ, ഇവളുടെ ഈ അന്ധവിശ്വാസം തീർക്കണല്ലോ നമുക്ക്. ഇനി ഞാനൊന്നും പറയാനില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. മക്കള് വന്ന് അകത്തേക്ക് പോവാ. അങ്ങനെ പറ്റില്ലല്ലോ. കാലം വരികയാണെങ്കിൽ നമ്മളൊന്നും തയ്യാറായിട്ടില്ല. വെള്ളം കൊണ്ട് വെള്ളത്തെ കയറ്റി ഒരു ജാതി അന്ധവിശ്വാസം കൊണ്ടുവരാണ്. വെള്ളം കൊണ്ട് വെള്ളത്തെ മാത്രമല്ല, പഞ്ഞില്ലോ നമ്മുടെ. ഒപ്പിൽ പെട്ടെന്ന് ചെയ്യില്ല.
പറ പറ്റില്ല. വിശ്വാസം കൊണ്ടു നടന്നിട്ട് ഓ പ്രഭു, ഏതാ ഈ സ്ഥലം? മധ്യ കേരളം, തൃശൂർ ജില്ല. ലുട്ടാപ്പി, എല്ലാം തയ്യാറല്ലേ? ഓ പ്രഭു. ചിത്രഗുപ്ത, ഇന്ന് എത്ര ആളുണ്ട്? ആ, ഞാൻ വായിക്കാം. 10,008 പേരുണ്ട്. 10,008 വളരെ കുറച്ചായല്ലോ. എന്തായാലും ഇവിടുന്ന് തുടങ്ങാം. പ്രഭു, മുന്നിൽ കാണുന്ന വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ? പ്രഭു, ആ മുന്നിലൊരാള് മൂക്കി പഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആദ്യം അയാളെങ്ങനെ എടുത്താലോ പ്രഭു? ചിത്രഗുപ്ത, ആദ്യം പേര് വായിക്കും. കുഞ്ചുകുറുപ്പ്, മേനത്തൊടി വീട്, പാർളം, തൃശൂർ ജില്ല. ദുഷ്കർമ്മി, മുടി ഏഴായി കീറി അതിലൂടെ നടത്തണം. മുടി പൊട്ടി തീയിൽ വീണ് നശിക്കണം. കുഞ്ചുകുറുപ്പിന് നരകം. ലുട്ടാപ്പി, എന്നാ കുഞ്ചുകുറുപ്പിനെ അങ്ങ് എടുത്തോളൂ. അതവൻ നല്ല കളിപ്പിക്കുന്നതാ നിന്നെ. ഇപ്പൊ എനിക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ സംസാരിച്ച കുട്ടിയാണ്. എന്റെ പൊന്നുമോനെ എന്ത് പറ്റിയാവോ? നിങ്ങൾ അങ്ങോട്ട് വന്നേന്ന്. കുഞ്ചുവാ, കുഞ്ചുവാ, എന്റെ മോൻ എന്താ പറ്റിയതാ? എന്റെ മോൻ കണ്ണു തുറന്നേ. കുഞ്ചുവോ, കുഞ്ചു, കുഞ്ചു, എനിക്ക് നീ, എനിക്കിടാ, എനിക്കിടാ. മതി, എനിക്ക് നമ്മുടെ മോൻ എന്ത് പറ്റിയതാ? കുഞ്ചു, കുഞ്ചു, എനിക്ക് നമ്മുടെ മോൻ എന്താ പറ്റിയത്? അവനെ കണ്ടതല്ല ദൈവമേ. കുഞ്ചു, കുഞ്ചു, എന്റെ മോനൊന്നുമില്ല. എന്തായിരുന്നു കൂത്തുചൂടാൻ കൂടിയ മരണം ഉറപ്പാ കാലം വരും. ഓപ്പിലാ വന്നേ. ഞാൻ 4 മണിക്കൂറായി അവിടെ ഇരിക്കുന്നത്. എന്റെ ഓരോ അന്ധവിശ്വാസം കൊണ്ടിടക്കണ. നിങ്ങളെ എവിടെയായിരുന്നു? ഞാനവിടെ പുറത്തുണ്ടായിരുന്നില്ലേ? നീയല്ലേ കാലം വരും എന്നൊക്കെ പറഞ്ഞേ. എവിടെ കാലം വന്നു? നിങ്ങൾ വല്ലതറിഞ്ഞ ഇവിടെ പോയല്ലേ? ഇവിടെ കുഞ്ചു പോയില്ലേ? ഇവിടെ കുഞ്ഞേ കുഞ്ചു പോവേ? അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കുത്തിച്ചുടാൻ കൂടിയാല് ഒരു മരണം ഉറപ്പെടുന്നു. അത് നമ്മുടെ മോനാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാ വിചാരിച്ചത്. എങ്ങനെ സഹിച്ചത്? നീ ഇപ്പഴേ കുത്തിച്ചൂടാന്റെ വാലുമ തൂങ്ങിയെടുക്കണോ ദോഷായനെ? നിനക്ക് വല്ല വെളിവും വെള്ളിയാഴ്ച ഉണ്ടാ? കോപ്പിലെ വർത്താനം പറയണത് ഒരു കുട്ടി മരിച്ചു എടുക്കുമ്പോഴാ അവളുടെ ഒരു കുത്തിച്ചൂടാന്റെ വർത്താനം പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിലേ ഞാനാ മരിക്കേണ്ടത്, ഞാനാ പോണ്ടത്, ഞാൻ അതിനാ അവിടെ കാലിനെ തേടി അങ്ങോട്ട് ചെന്നത്. വന്നോ എന്റെ അടുത്തേക്ക്? കുളിക്കും,
കുളിക്കും കാലന്. ഞാനല്ല വിചാരിച്ചത് കുത്തിച്ചൂടാൻ കൂവിയപ്പോ ഞാനല്ല എന്റെ മനസ്സിൽ കരുതിയത്. നീ അങ്ങനെയല്ല പറഞ്ഞേ, വിളിച്ച നമ്മള് വിളി കേട്ടാലും നമ്മൾ പോകുന്നു. കോപ്പിലാ പോയത്, എന്നിട്ട് ആ കുട്ടീനെ കൊണ്ടായത്. എന്നിട്ട് പിന്നെ അന്ധവിശ്വാസം കൊണ്ട് പോരുക. എന്റെ മുന്നിൽ പോ. അയ്യോ പ്രഭു, നമുക്കൊരു തെറ്റ് പറ്റി. ഒരു തെറ്റ് ഏത് കാലിനും പറ്റും. പറയൂ ചിത്രഗുപ്ത, എന്താ പറ്റിയ തെറ്റ്? പ്രഭു, ഈ മേനത്തൊടിയിൽ 2 കുഞ്ചുണ്ട്. നമുക്ക് തെറ്റി. തെറ്റുകൾ തിരുത്താനുള്ളതാണ്. തിരുത്തു ചിത്രഗുപ്ത. രേഖയിൽ നിന്നും ചെറിയ കുഞ്ചുവിനെ മാറ്റി പകരം വലിയ കുഞ്ചുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലുട്ടാപ്പി, മൂത്ത കുഞ്ചുവിനെ എടുത്തോ. ദാക്ഷായനെ ഒന്നിട്ട് വന്നേ. എന്തോ ഒരു പരവശം. തുറമുട്ടുണ്ടല്ലോ. എന്റെ ശരീരമൊക്കെ ആകെ ഒരു പോലെ. ദാക്ഷായനെ നമ്മുടെ മോൻ കണ്ണ് തുറന്നു. അയ്യോ, എന്താ നിങ്ങൾക്ക് പറ്റിയേ? എന്താ നിങ്ങൾക്ക് പറ്റിയേ? പോയിട്ടുണ്ട് നിങ്ങൾക്ക്? ഞാൻ മക്കളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞുകുറുപ്പിനെ എടുക്കട്ടെ പ്രഭു? 1 മിനിറ്റ് വൈകണ്ട, എടുത്തോളൂ, വേഗമാവട്ടെ. വീട്ടുകാർക്ക് വലിയ സങ്കടമൊന്നുമില്ല. എടുത്തോ കുഞ്ഞുകുറുപ്പിനെ. എന്നാ പിടിച്ചോ.